നമസ്കാരം സുഹൃത്തുക്കളെ, രജിതയാണ്. അപ്പോൾ ഇതന്ന് രാവിലെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടോ നല്ല രീതിക്ക് മഴക്കാറുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു മഴ പെയ്യുമെന്ന് തന്നെ വിചാരിച്ചു. ഒരു 9 മണിയാകുമ്പോഴേക്കും എന്തായാലും മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ മഴ പെയ്തില്ല. 9 മണിയൊക്കെ അടിച്ചപ്പോൾ നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. പിന്നെ ആ വെയിൽ അങ്ങോട്ട് മങ്ങിയിട്ട് ഒരു പുഴുക എന്നൊക്കെ പറയില്ലേ, പാലക്കാട് ഭാഗത്തേക്കൊക്കെ പുഴുക എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് നേരം ആ പ്രകൃതിയിലേക്കൊക്കെ നോക്കി നിന്നതിന് ശേഷം വേഗം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വിളക്ക് കൊളുത്തിയിട്ട് ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും അതനുസരിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അടുക്കളയിലേക്കൊക്കെ കയറാമെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. കൂടാതെ തന്നെ രാവിലെ വന്നത് നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല പോസിറ്റീവാണ്. നമ്മൾ കുളി കഴിഞ്ഞിട്ട് വേഗം ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ അപ്പോഴത്തേനും പുറത്ത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി എടുത്ത് കൊണ്ടുപോയി അതിൽ കഴുകിയിട്ടു. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരത്തിന് എന്താ വില അല്ലേ, പക്ഷേ ഇവിടെ ചട്നി ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല, നാളികേരം വേണം. അപ്പോൾ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ല രീതിക്ക് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പതഞ്ഞ് പൊങ്ങിയല്ല, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിരവയൊക്കെ എടുത്തിട്ട് നാളികേരമൊക്കെ ചിരവാൻ വേണ്ടി റെഡിയായി ചിരകാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു പോസിറ്റീവാണ് അല്ലേ. ഉപ്പുമാവൊക്കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയം വേസ്റ്റ് ആവുക എന്നല്ലാതെ മക്കളൊന്നും വലിയ കാര്യമായിട്ട് കഴിക്കില്ല. ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. ശ്രീനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ശ്രീക്കുട്ടിക്ക് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. ചിലപ്പോൾ രാവിലെ കഴിക്കാണ്ടൊക്കെ സ്കൂളിലേക്ക് പോകും. അത് കാരണം ഞാൻ സ്കൂളില്ലാത്ത ദിവസമാണ് അധികം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. ശ്രീനിടയിൽ കണ്ടോ തേങ്ങ വന്നിട്ട് എടുത്ത് തിന്നാണ്. ഭയങ്കര കുറുമ്പിയാണ്. നാളികേരം എവിടെ വെച്ചാലും അവൾ എടുത്ത് തിന്നാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് രാവിലെ എഴുന്നേറ്റ് അവർക്ക് കുളി കഴിഞ്ഞിട്ട് തന്നെ ചായയൊക്കെ കൊടുക്കുള്ളൂ. അല്ലാതെ കുളിക്കാതെ നടത്താനായിട്ട് മെനക്കെടില്ല. കുളി കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും ചായ കൊടുക്കുള്ളൂ. ശ്രീക്കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റ പാടെ കുളിക്കാൻ ഇത്തിരി മടി. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ എഴുന്നേറ്റ പാടെ തന്നെ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ചവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ ചായ പരിപാടിയുടെ വീഡിയോ ഇതിലങ്ങോട്ട് പെട്ടിട്ടില്ല. ചായയല്ല, ബ്രൂ കോഫിയാണ് ഉണ്ടാക്കാറ് രാവിലെ. ഏട്ടൻ കാപ്പിയാണ് കുടിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്തിനാ ചായ. പിന്നെ ഞാൻ ഇവർ കഴിക്കുന്ന സമയത്താണ് പിന്നെ ചായ ഉണ്ടാക്കാൻ പോവുക. അതേപോലെ തന്നെ രാവിലെ ചായ കുടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. സാധാരണ വെള്ളം കുടിക്കാറുണ്ട്. മഴക്കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാറ്. ഞാനല്ല, ഇവിടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഞാനത് ശീലാക്കിയിട്ടുണ്ട്. ഏട്ടനും അങ്ങനെ തന്നെയാണ്. വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതാ ഞാൻ ചട്നി ഉണ്ടാക്കി. ഇവിടെ ചട്നി മസ്റ്റാണ്. ചമ്മന്തി ഉണ്ടെങ്കിലും ചട്നി വേണം. അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കില്ല. ചമ്മന്തി അധികം വഴറ്റിയിട്ടൊക്കെ അരക്കണം, എന്നാലാണ് ഇവിടെ ശ്രീക്കുട്ടിക്കൊക്കെ ഇഷ്ടമുള്ളൂ. ഏട്ടന് പിന്നെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഉള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് പാലക്കാടൻ ചട്നി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ദോശയായ കാരണം അതിൻ്റെ ആവശ്യമില്ല. ചട്നി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും ദോശ ഉണ്ടാക്കാനാണെങ്കിലും ഒരേ ദോശക്കല്ലാണ് ഉപയോഗിക്കുക കേട്ടോ. ആ കല്ലിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ആ കല്ലിൽ ഒരു സ്പൂണ് പൊടിയുപ്പ്, കല്ലുപ്പല്ല പൊടിയുപ്പ് ഇട്ടിട്ട് അത് നല്ല ടൈലിൻ്റെ ഭാഗം ഉപയോഗിക്കുക. ടൈലിൻ്റെ ആ ഒരു പരപരത്ത ഭാഗമില്ലേ, അത് വെച്ചിട്ട് അങ്ങോട്ട് ഉരച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് എണ്ണയും തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ പിടിക്കില്ല കേട്ടോ. പിന്നെ നല്ലെണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ പാം ഓയിലോ ഏതാണെങ്കിലും അതങ്ങോട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. 2-3 എണ്ണത്തിന് ഞാൻ കല്ലിൽ ദോശ പുരട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ദോശയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ കല്ലിൽ അങ്ങനെ എണ്ണ ഒഴിക്കില്ല. ആദ്യത്തെ 2-3 എണ്ണം ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിച്ച് തന്നെ ഉണ്ടാക്കും.
അങ്ങനെ അല്ലാതെ വേറെ വേറെ കല്ലൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് ദോശക്കല്ല് കഴുകാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടികയുടെ കഷ്ണമൊക്കെ വെച്ചിട്ട് എന്താ ഉരച്ചെടുക്കേണ്ടി വരും. ടൈൽസിൻ്റെ പീസാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടിയുപ്പ് മതി, നല്ല ആ ഒരു പരിപരുത്തൊക്കെ പോകും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ചെയ്യും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ ചെയ്യണതുകൊണ്ട് തന്നെ ദോശ അങ്ങനെ ഒട്ടി പിടിക്കാറില്ല, നല്ല കിട്ടാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓംലേറ്റൊക്കെ അതിന് മുകളിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. ശ്രീകുട്ടിക്ക് എക്സാം ഉച്ചവരെ ഉള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവൾ ഡാൻസ് ക്ലാസ്സിന് നിൽക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇന്നലെ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചോറ് മാത്രമേ ആയിട്ടുള്ളൂ. കറിയൊക്കെ ഇനി ഉണ്ടാക്കണം. അവൾക്ക് കൊണ്ടുപോകാനൊന്നും ഇല്ലല്ലോ. പിന്നെ ശ്രീനുവിനാണെങ്കിലും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്, അതൊക്കെയാണ് അവൾ കൊണ്ടുപോകാറ്. അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോയാലാണ് അവർ ഭക്ഷണം കഴിക്കുള്ളൂ എന്നായി ടീച്ചർമാർ പറയാറുണ്ട്. അപ്പോൾ ഉപ്പേരി ചിലതൊക്കെ കഴിക്കുള്ളൂ, ചിലതൊന്നും കഴിക്കില്ല. ഞാൻ എപ്പോഴും ദോശമാവ് അരയ്ക്കുമ്പോൾ ഉഴുന്ന് വേറെയും അരി വേറെയും അങ്ങനെയാണ് അരയ്ക്കാറ്. പക്ഷേ ഇന്നലെ ഞാൻ ദോശയ്ക്ക് മാത്രമായിട്ട് ഇട്ടു. ഞാൻ അങ്ങനെ ഇടാറില്ല. ഇടുമ്പോൾ ഒരാഴ്ചയ്ക്ക് 2-3-4 ദിവസത്തേക്കൊക്കെ ഒന്നിച്ചിട്ട് മാവ് അരച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് അരിയും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടി ഒരുമിച്ച് എടുത്തിട്ട് എന്താണ് അരച്ചു കിട്ടോ. ഞാൻ അങ്ങനെ അരയ്ക്കാറില്ല. അങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. എന്തായാലും സക്സസ് ആയിട്ടോ. അപ്പോൾ അതാ 3-4 ദോശയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഉണ്ടാക്കുന്നുണ്ട്, ഒട്ടും പിടിക്കാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചട്നി കടുക് വറുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചട്നിയൊക്കെ കടുക് വറുക്കുന്നത് ചെറിയൊരു പാത്രമില്ലേ, ഒരു പിടി പോലുള്ളത് ഇരുമ്പിൻ്റെ, ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ്. ഇരുമ്പിൻ്റെ പാത്രങ്ങളും മൺചട്ടികളും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച് ഞാനങ്ങനെ ചട്നി കടുക് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ ഒരു 6-7 ദോശയൊക്കെ ആയപ്പോൾ തന്നെ ശ്രീകുട്ടി ഏട്ടനും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അവർ കഴിച്ചിട്ട് ഏട്ടൻ ആദ്യം പോയി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതാ ശ്രീകുട്ടിക്ക് വണ്ടി വരാറായി. അപ്പോൾ അവൾ പോയി കഴിഞ്ഞിട്ട് വേണം ശ്രീനുവിനെ ഒരുക്കാൻ. പരീക്ഷയ്ക്ക് നേരെ എഴുതണം കേട്ടോ. വണ്ടിയില്ല, ആ വണ്ടിയില്ല, നിൽക്കേ. വണ്ടി തിരിക്കുകയാണേ. ആ പോണ്ടേ, അവൾക്ക് വേറെ. അവൾ വിട്ടതിന് ശേഷം പോയിട്ട് ചോറ് അങ്ങോട്ട് വാർത്ത് വെച്ചു. ചോറപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു, അത് വാർത്ത് വെച്ചു. അപ്പോൾ അവൾക്ക് സോയ വറുത്തത് വേണമെന്ന് പറഞ്ഞു കേട്ടോ ശ്രീനുവിന്. അപ്പോൾ അതിന് വറുത്ത് പാത്രത്തിലാക്കി കൊടുക്കണം. അവളിങ്ങനെ കുറുമ്പി ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ പിന്നാലെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കും. ശ്രീകുട്ടി പിന്നെ അങ്ങനെ എൻ്റെ പിന്നാലെ നിൽക്കില്ല, ഏട്ടൻ്റെ കൂടെയാണ് അധികം നിൽക്കാറ്. പിന്നെ ഏട്ടൻ ഫോൺ എടുത്ത് അതിൽ അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ അവിടെ നോക്കി നിൽക്കും. എന്നാലും സ്കൂളിൽ പോകേണ്ട സമയത്ത് അവളുടേതായ കാര്യങ്ങളൊക്കെ ആ വണ്ടി വരാറാകുമ്പോഴാണ് എപ്പോഴും ചെയ്യാറ്. ഇവള് പിന്നെ അങ്ങനെയല്ല, എപ്പോഴും എൻ്റെ കാലിൻ്റെ ചോട്ടിൽ കൂടെ തന്നെ ഉണ്ടാവും. എവിടുന്ന് കത്തിന്റെ അടിയിൽ വന്നിട്ടോ. അതാ യൂണിഫോം മാറ്റണ്ട, എന്നിട്ട് എനിക്ക് നോക്കിക്കട്ടെ. ഇപ്പൊ കാണില്ലല്ലേ, ഇപ്പൊ തല മാത്രമേ കാണുള്ളൂ അല്ലേ. മുഴുവൻ കാണും, തല മാത്രമേ കാണുള്ളൂ. ആ കയ്യിൽ പൊക്കണം, താറ്റണ്ട. ഇതൊന്നും ഇടണമെങ്കിൽ ഒരു പണിന്റെ പൊന്നെ. മാല കുടുങ്ങിയോ? അടിപൊളി. അതിന്റെ കൊളുത്ത് നീ ഒരിക്കണ്ടാട്ടോ. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ അത്ര ടൈറ്റ് ഒന്നുമല്ല, പക്ഷെ ഇടാനേ അങ്ങോട്ട് ഇറക്കാൻ കുറച്ച് പണിയാണ്. കുഞ്ഞുമോള് ചേച്ചിയുടെ മാലയില് മാലല്ലേ, മാല ഇട്ടിട്ട് അമ്മ കൊളത്തിട്ട് എന്നിട്ട് കൊളത്തല്ലേ മറ്റേ ബട്ടൺസ് ഇട്ടത്.
അവളും ഇടയിൽ കൂടെ വീഡിയോയിൽ അവളുടെ ബെൽറ്റൊക്കെ കാണിക്കുക. ബെൽറ്റ് നമുക്ക് കണ്ണിരിക്കില്ല. പെൻസിൽ എടുക്ക്. എനിക്കൊന്നറിയില്ല. ആ ബെൽറ്റൊന്നും ഇട്ടിട്ടല്ല സ്കൂളിൽ പോയിരുന്നു. നമ്മ ബെൽറ്റൊന്നും ഇല്ലാതെ ഇല്ലല്ലോ. എന്റെ കണ്ണ് പോയി. അമ്മയെ കാണാനില്ല. ഇവിടെ ഒരു വര, പിന്നെ ഇവിടെ ഒരു വരയോ? ഇവളുണ്ടല്ലോ മുടി കെട്ടുമ്പോൾ നേരം പോലെ കാണിച്ചു തരും. ശ്രീകുട്ടി അങ്ങനെയല്ല, അവൾ അതും ഇതൊക്കെ നോക്കിയിരിക്കുക. മുടിയൊക്കെ കെട്ടുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. ശരിക്കും ആ മുടി പിടിക്കാൻ നമുക്ക് കാണിച്ചു തരില്ല. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഏത് സൈഡാണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് നേരെ തല തിരിച്ച് കാണിച്ചു തരും. മറ്റുള്ള അങ്ങനെയല്ല, നമ്മൾ പിടിച്ച് വലിക്കേണ്ടി വരും, എന്നാലേ കാണിച്ചു തരുള്ളൂ. തുകണ്ട ഇവിടെ മാത്രമാക്കുമ്പോഴത്തൊക്കെ പുറത്ത് ഷീറ്റിലിങ്ങനെ വെള്ളം വീഴുകയാണ്. അത് മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ആൾക്കാരാണ് മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ വെള്ളം ശരിക്കും കറക്റ്റ് തുറന്നു വിടാഞ്ഞിട്ടാണ് അത് കുറേ നേരം ഇങ്ങനെ വെള്ളം ഒറ്റിക്കൊണ്ടേ ഇരിക്കുന്നത്. മോട്ടർ നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലൊന്ന് എന്താ കൊച്ചി ഇതിലേതാ വേണ്ടേ? ഇത് ഇനി കണ്ണെഴുതാ. പച്ചി കണ്ണെഴുതുമ്പോൾ കാണിച്ചു തരുമൊക്കെ ചെയ്യും. ചില സമയത്ത് അവൾ ചില കുറുമ്പൊക്കെ കാണിക്കുക, അത്രേ ഉള്ളൂ. എന്താ സ്ക്രീന് കാട്ടുന്നത്? ഇവിടെ ഉണ്ടല്ലോ എത്ര കൺമഷീൻ പൗഡർ വാങ്ങണം എന്നറിയോ? ഇത് വാങ്ങിച്ച് ഒരു മാസമൊക്കെ നിൽക്കുള്ളൂ, അപ്പോഴത്തേനും അത് കളയും, പിന്നെയും വാങ്ങും. ഐബ്രോ പെൻസിലൊക്കെ എത്രയും ഉണ്ടാവുമെന്നറിയോ? ഒന്നും സൂക്ഷിക്കില്ല, ഒക്കെ ഇതാ എന്താ അങ്ങോട്ട് അവിടെ ഇവിടെയും കൊണ്ടിടും, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര എടുത്ത് വെച്ചിട്ടും കാര്യമില്ല, എടുത്ത് വെച്ച ഭാഗത്തു നിന്നൊക്കെ അവർ എടുത്ത് മാറ്റും. കളിയാക്കണ ഒരു കാര്യമൊക്കെ പോട്ടെ കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിട്ടോ, കാരണം വേറെ ഒന്നുമല്ല, ഇത് എഡിറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതായിരുന്നു. വോയിസ് ഓവർ കുറച്ചും കൂടി കൊടുക്കാണ്ടായിരുന്നു. അപ്പോഴേക്കും 11 മണിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അംഗനവാടിയിൽ വെച്ചിട്ടേ. അപ്പോൾ അതിന് പോയതുകൊണ്ടാണ് പോസ്റ്റിംഗ് വൈകിയത്. ബാക്കി നമ്മുടെ മുഖത്തല്ല ആയിട്ടില്ല. സുന്ദരിക്കാറാണല്ലേ?
നമുക്കൊരു ചന്ദനക്കുറി വന്നേ. സ്വപ്നത്തിനായിട്ടോ. അങ്ങനെ എൻ്റെ സുന്ദരി പാറുവിനെ റെഡിയാക്കിയിട്ട് വിട്ടു കേട്ടോ. വണ്ടി വരുന്നതൊക്കെ പിന്നെ ഇപ്പോൾ 1-2 വീഡിയോയിലൊക്കെ കാണിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഗാഡി കുത്തി സുന്ദരിയായില്ലേ ഇപ്പോ? ഇല്ല, ആ മൂക്കത്ത്. പിന്നെ അവളെ വണ്ടി കയറ്റി വിട്ട ശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നുണ്ടോ. അപ്പോൾ ഒന്ന് ചായക്ക് ഒരു ദോശ എനിക്ക് കിട്ടിയുള്ളൂ. കാരണം ദോശമാവ് ഇല്ലാത്തതുകൊണ്ടല്ല, ഉണ്ടാക്കാനുള്ള മടിയും കൊണ്ടാണ്. ശ്രീകുട്ടിക്ക് വണ്ടി വരാറായപ്പോഴേ ഞാൻ വേഗം ദോശക്കല്ല് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ.